സ്വർലോകനാടന്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമാ നിത്യത. ഹായൻ പ്രേമമേ ഹാമേ ലോകമേ, ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമാ നിത്യത, എന്നു ഞാൻ കാണുമാ നിത്യത. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ ഈ TV പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ ടീമിന് വന്ദനം അറിയിക്കുന്നു. മനസ്സോടെ പ്രാർത്ഥനയോടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ദൈവവചനത്തിൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വന്നാൽ ഇത് തീരുമ്പോഴേക്കും ദൈവം നിങ്ങൾക്ക് വ്യത്യാസം വരുത്തിയിരിക്കും നിശ്ചയം. ഈ എപ്പിസോഡിനെ സഹായിച്ച ചില പ്രിയപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി 2 വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പകലിൽ ദൈവവേലയെ സ്നേഹിച്ചും ദൈവവേലയ്ക്ക് വേണ്ടി ചെലവിട്ടും വരുന്ന ഈ സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കയ്യിൽ അവരെ ഏൽപ്പിക്കുന്നു. ധാരാളമായ പ്രതിഫലം കൊടുത്തും വർധനവ് നൽകിയും അവരെ പേരുപേരായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സാധ്യമാകട്ടെ, സംഭവിക്കട്ടെ. അവരുടെ എല്ലാ പ്രശ്നങ്ങളുടെ മേലും തൃക്കണ്ണ് പതിഞ്ഞ് അവർക്ക് വിടുതലും ആശ്വാസവും പകരണം. മഹത്വം അങ്ങ് തന്നെ എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പരമ്പരകളായി ചിന്തിച്ച് വരികയാണ്. അത് തലവാചകം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ യുഗപരിപാടിയെ അറിയണം. ഭക്തൻ്റെ ഉത്തരവാദിത്തമാണത്, ആത്മീകൻ്റെ ആവശ്യമാണത്. അതറിയുമ്പോൾ ദൈവം ആരാണെന്നും കൃപയാൽ ഞാനാരാണെന്നും ഇതിൻ്റെ അന്ത്യം എന്തെന്നും കൃത്യം മനസ്സിലാവും. വളരെ വളരെ പലപ്പോഴും പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്ന ഞാൻ, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിനെന്ന് പറഞ്ഞ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവവചനത്തിൻ്റെ അനുഭവജ്ഞാനത്തിലും കർത്താവിനോട് ചേർന്ന് കിടന്നെല്ലാം ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണി മുന്നേറുകയാണ്. നിങ്ങൾക്കും അത് സാധ്യമാകും. എന്നേക്കാൾ നിങ്ങളാണ് പ്രബലരായാലും ബലമുള്ളവരും. ആത്മീയ കാര്യത്തിലൊരു പക്ഷേ ഇത്രത്തോളം നിങ്ങൾക്ക് ദാർശികനാകാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലായിരിക്കാം. സാരമില്ല. ഇന്നത്തെ ചിന്തയ്ക്ക് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 27:54. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് അവനെ ഭയപ്പെട്ടു. ഗലീലയിൽ നിന്ന് മതി. അവനെ ഭയപ്പെട്ടു എന്നേ ഉള്ളോ? സ്തോത്രം. അവനെ ഏറ്റവും ഭയപ്പെട്ടു എന്നല്ലേ? ഏറ്റവും ഭയപ്പെട്ടു. ആ വാക്ക് എനിക്ക് വളരെ പ്രധാനപ്പെട്ട വാക്കായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ശതാധിപൻ ഏറ്റവും ഭയപ്പെട്ടു. ആരാണ് ശതാധിപൻ എന്ന് പറഞ്ഞാൽ? ഏതോ ഒരു കാര്യത്തിൻ്റെ അധിപൻ എന്ന് പറഞ്ഞാൽ നേതാവ്, നിയന്ത്രിക്കുന്നവൻ, ഔദ്യോഗിക പദവിയുള്ളയാൾ. ശതം 100 പേരുടെ അധിപൻ. ഈ യേശുവിൻ്റെ മരണത്തിൻ്റെ സമയത്തെ കാര്യമാണത്. അക്കാലത്തൊക്കെ നമ്മളിന്ന് വില്ലേജ് ഓഫീസ് എന്ന് പറയുന്ന പോലെയൊക്കെ, അല്ലെങ്കിൽ മറ്റ് കലാലയങ്ങളിലെ ഉദ്യോഗസ്ഥനെ ബഹുമാന പുരുഷൻ വിളിക്കുന്ന പേര് പോലെ
ഉള്ളൊരു പേരാണ് ശതാധിപൻ. സംഭവിച്ചത് മറ്റു പലതും കണ്ടിട്ട് അവൻ ഒരു സത്യം വിളിച്ചു പറഞ്ഞേച്ച് അവനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, അവൻ അധികം ഭയപ്പെട്ടു. ഞാൻ എഴുത്തുകാരനോട് നേരിൽ കാണാൻ പറ്റിയില്ലെങ്കിലും ആത്മാവിൽ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ ഏറ്റവും ഭയപ്പെട്ടു, നിങ്ങളെങ്ങനെ അറിയുന്നത് ശതാധിപന് ഭയം ഉണ്ടായോന്ന്? ഓക്കെ, ഇങ്ങനെയൊക്കെ എന്നോടൊരിക്കലും ഒരാൾ ചോദിച്ച പോലെ നുള്ളി കീറി അരിച്ചു പെറുക്കി സൂക്ഷ്മതയോടെ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുന്ന പോലെ നോക്കി പഠിക്കാനിപ്പോൾ ആർക്കാ പറ്റുക? പറ്റുന്നവർ പഠിച്ചോട്ടെ. ഞാൻ അത്രയൊന്നും അല്ലെങ്കിലും എനിക്കങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പോൾ ആത്മാവിൽ ചോദിക്കുന്ന ചോദ്യത്തിന് എഴുത്തുകാരനാകുന്ന വ്യക്തിയിൽ കൂടെ വരുന്ന മറുപടി. ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുമ്പോൾ, വിശേഷ ആത്മീക വിഷയത്തിൽ, ഒന്നും കൂടെ സ്പെഷ്യലൈസ് ചെയ്ത് പറഞ്ഞാൽ ദൈവിക കാര്യങ്ങളിൽ എഴുതുമ്പോൾ കൃത്യം എഴുതണം ബ്രദറെ. അത് പദ്യമായിരിക്കുകയും വേണം, ദൈവ സ്വീകാര്യതയും വേണം. അതുകൊണ്ട് അങ്ങനെ എഴുതിയതാണ്. ഓക്കെ, സമ്മതിച്ചു. ഏറ്റവും ഭയപ്പെട്ടു യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ. എൻ്റെ മുഴുവൻ ഹൃദയത്തോടെ, നിറഞ്ഞ സ്നേഹത്തോടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞാൻ നിങ്ങളോട് സല്യൂട്ട് ചെയ്തുകൊണ്ട് കാല് പിടിച്ച് പറയുന്നു, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 45-ാം വാക്യം മുതൽ ഇപ്പോൾ വായിച്ചു നിർത്തിയ ഭാഗം വരെ ആകുന്ന 54-ാം വാക്യം വരെ വായിക്കണം. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9-ാം മണി നേരത്തെ യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് അവന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു. വിശുദ്ധ നഗരത്തിൽ നിന്ന് പലർക്കും പ്രത്യക്ഷമായി. ശതാധിപനും അവനോടുകൂടെ യേശുവിനെ കാത്തുനിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ഓക്കെ, ശതാധിപൻ ഏറ്റവും ഭയപ്പെട്ടു എന്ന് പറയുന്നിടത്താണ് ആ സംഭവത്തിൻ്റെ ഒടുവിലത്തെ ഭാഗം. യഹൂദന്മാരുടെ സമയക്രമം പ്രഭാതം 1 മണിയാണ്. അവരുടെ രാത്രി എന്ന് പറയുന്നത് 12 മണിക്കാണ്. അത് ആ കാലത്തിലെ കലണ്ടർ, യഹൂദൻ്റെ സമയം അങ്ങനെയായിരുന്നു. 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നട്ടുച്ച നേരം മുതൽ നമ്മുടെ 3 മണി വരെയുള്ള സമയം, അതാണ് 6 മുതൽ 9 വരെ. ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഇരുട്ടുണ്ടായപ്പോൾ എൻ്റെ അന്വേഷണം സൂര്യൻ എവിടെ പോയി. ഇവിടെ യുദ്ധമുണ്ടായാൽ സൂര്യൻ പണി മുടക്കാറില്ല. പ്ലെയിൻ തകർന്നാൽ സൂര്യൻ്റെ പണി ചെയ്യാറുണ്ട്. ഇവിടെ എന്തെല്ലാം കോളിളക്കങ്ങൾ, സുനാമി ഉണ്ടായാലും, പെരുമഴ പെയ്താലും, കടലിളകിയാലും
യുദ്ധം ഉണ്ടായാലും സൂര്യൻ അതിൻ്റെ പണി ചെയ്യാറുണ്ട്. സൂര്യനെ പറ്റി പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗം ഇങ്ങനെയുണ്ട്: അവൻ അവിടെ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു. അവൻ എന്ന് പറയുന്ന ദൈവം. അത് തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. വീരനെ പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു. അപ്പോൾ സൂര്യൻ എപ്പോഴും വർക്കിംഗ് ആണ്, പ്രവർത്തന സജ്ജമാണ്. ഇവിടെ ഏതാ പട്ടാപ്പകൽ 3 മണിക്കൂർ ഇരുട്ട്. ഇതെങ്ങനെ ഒരു ചിന്തകന് മനസ്സിലാക്കാം? എനിക്കതൊന്ന് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് എന്നാൽ കഴിയുന്നിടത്തോളം ലളിതമാക്കും. 3 മണിക്കൂർ പകൽ സമയത്ത് സൂര്യൻ നിശ്ചലമായി. രണ്ടാമത്തെ കാര്യം, 50-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശു ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു, തിരശ്ശീല ചീന്തി. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി അടുത്ത 3-ാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഭൂമി കുലുങ്ങി. 4, പാറകൾ പിളർന്നു. 5, ശവക്കല്ലറകളിൽ പലതും തുറന്നു. 6, ചിലർ ഉയർത്തെഴുന്നേറ്റു. 7, ലീഡർ ശതാധിപൻ ഏറ്റവും ഭയപ്പെട്ടു. 8, ശതാധിപൻ സത്യം വിളിച്ചു പറഞ്ഞു. ഇദ്ദേഹം ഈ പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ അധ്യക്ഷൻ അഥവാ ലീഡർഷിപ്പുള്ള ആളാണ്. അധികം എന്തിനാ ഭയപ്പെട്ട്? സ്തോത്രം. അപ്പോൾ ഈ 8 കാര്യം ക്രമമായി നിഷ്പക്ഷമായി നാസ്തികനായാലും വായിച്ചു നോക്കട്ടെ. ക്രൈസ്തവ സമൂഹത്തിലെ ഉന്നതന്മാർ വായിച്ചു നോക്കട്ടെ. ഈ പുസ്തകത്തെയും ഈ പ്രസ്താവനകളെയും, ഈ എഴുതിയ പ്രസ്താവന അംഗീകരിക്കാൻ പറ്റുന്നതാണോ? അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ അതിൻ്റെ സത്ത് കണ്ടെത്തുക. സൂര്യൻ, തിരശ്ശീല, ഭൂമി, പാറകൾ, കല്ലറകൾ, ശതാധിപൻ, ഉയർപ്പ്. യേശുവിൻ്റെ ഉയർപ്പല്ല, വിശുദ്ധന്മാരുടെ ചിലരുടെ ഉയർപ്പ്. ഈ 8 സംഭവങ്ങൾ അവിടെ നടക്കത്തക്കവണ്ണം എന്തുണ്ടായി? ഇതിനു മുമ്പ് ഈ സ്ഥലത്തല്ലായിരുന്നോ കുറ്റവാളികളെ ശിക്ഷിക്കുന്നത്? ഇന്നെന്താണ് പ്രത്യേകത? ഇപ്പോഴെന്താണ് ഇതിനൊരു വ്യത്യാസം? വളരെ പ്രാഗൽഭ്യത്തോടെ, എളിമയോടെ, അലിഞ്ഞ ഹൃദയത്തോടെ ഞാൻ പറയുന്നു, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപടമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ പാദപടത്തിൽ നിന്ന് എന്നോടിടപെട്ട, എന്നോട് ചോദിച്ച 2024 ഒടുക്കം ദൈവത്തിൻ്റെ അരുളപ്പാടായി സംസാരിച്ച കാര്യമാണ് ഞാൻ പറയുന്നത്. സൃഷ്ടാവ് തലകുനിച്ചപ്പോൾ ഭൂതലം വിറച്ചു. ഭൂതലം വിറച്ചപ്പോൾ സൂര്യൻ നിശ്ചലമായി. സൂര്യൻ സഞ്ചാരിയാണ്. സൂര്യൻ വെളിച്ചമാണ്. വെളിച്ചവും ഇല്ല, സഞ്ചാരവും ഇല്ല. പാറകൾക്ക് പൊറുതിയില്ല.
സ്തോത്രം. കല്ലറകൾ അടങ്ങുന്നില്ല. വിശുദ്ധന്മാർ മരിച്ചു, കല്ലറയ്ക്കകത്ത് കിടക്കുന്ന ചിലർ ഇതാ ഉയർത്തെഴുന്നേൽക്കുന്നു. ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു, സത്യം. ഞാൻ പറഞ്ഞതല്ല, ശതാധിപൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുക, സാർ എന്തിനങ്ങനെ ഭയപ്പെടുന്നേ? ഞാനൊരു മഹാപാതകത്തിൻ്റെ ലീഡർഷിപ്പാണ് വഹിച്ചത്. ഭീകരമായ അന്യായത്തിൻ്റെ ലീഡർഷിപ്പാണ് വഹിച്ചത്. ഇത് ഞാൻ കണക്ക് പറയേണ്ടി വരും, ഇതിന് ഞാൻ മറുപടി കൊടുക്കേണ്ടി വരും. ആ വിധത്തിലെല്ലാം ഇവൻ്റെ പുറത്തവർ ആഞ്ഞടിച്ചപ്പോൾ ഞാൻ സന്തോഷിക്കുകയും സമ്മതം കൊടുക്കുകയും ചെയ്തു. അവനെ കൊണ്ട് തന്നെ കുറിച്ച് ചുമപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അവൻ ചുമക്കത്തില്ലെന്നും അവിടെ എത്തത്തില്ലെന്നും മനസ്സിലായപ്പോൾ വഴിയെ പോയ ഒരുത്തൻ്റെ കൈ പിടിച്ചത് ഏൽപ്പിച്ചു. ഇത്രയും വലിയ ഭീകരമായ കഠിനമായ പാപം ചെയ്ത ഞാൻ എങ്ങനെ ഭയപ്പെടാതിരിക്കും? എൻ്റെ കേൾവിക്കാരായ ശ്രോതാക്കളായ സഹോദരങ്ങളെ, ജയിലിനകത്ത് സുവിശേഷകൻ കയറിയപ്പോൾ ജയിൽ അടങ്ങിയിരുന്നില്ല. സ്തോത്രം. സുവിശേഷത്തെ തൊട്ടവരെല്ലാം പാഠം പഠിച്ചു, അവരെ തലമുറകൾ പാഠം പഠിച്ചു. അവൻ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നു കൊള്ളട്ടെ എന്ന് വിളിച്ചു പറഞ്ഞ യഹൂദ മേലാളന്മാർ 1878 വർഷം ലോകം മുഴുവനും ചിതറി നടന്ന് യാചകരെ പോലെ കഴിയേണ്ടി വന്നു. സുവിശേഷം ദാവീദ് സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുള്ളൂ. അതാകുന്നു എൻ്റെ സുവിശേഷം. യേശുക്രിസ്തു എന്ന വ്യക്തിയെ തൊട്ട് കളിച്ചപ്പോൾ, അനന്തരം സുവിശേഷത്തെ തൊട്ട് കളിച്ചപ്പോൾ ഒരൊറ്റ ജയിൽ പോലും സ്വസ്ഥമായിരുന്നില്ല. പത്രോസിനെ പിടിച്ച് 21 തടവിലിട്ടു, 21 ചങ്ങലയ്ക്കകത്ത്. നിങ്ങൾ നോക്കിയാൽ കാണത്തില്ല, 16 പടയാളികളാണ് കാവൽ നിൽക്കുന്നത് പത്രോസിൻ്റെ ജയിലിൻ്റെ പുറത്ത്. 3 ചങ്ങല, 2 ചങ്ങല, 3 ഇരുമ്പ് കയറ്റ്, 21 ആയല്ലോ. 21 തടവും തുറന്ന് ആരാരും അറിയാതെ പത്രോസിനെ പുറത്തു കിടക്കുക ദൈവത്തിന് സമയമായപ്പോൾ. പത്രോസിനെ കാണാതിരുന്നപ്പോൾ ആ ജയിലധികൃതർക്കും അനന്തര ഉദ്യോഗസ്ഥന്മാർക്കും ഞെട്ടലില്ലേ? സ്തോത്രം. 104 സങ്കീർത്തനത്തിൻ്റെ 25 വാക്യം കൂടെ വായിച്ചിട്ട് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതാ വലിയൊരു സമുദ്രം കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാധാനുണ്ട്. ലിവ്യാധാൻ അതിനകത്തുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. ഇവയൊക്കെ തീൻ കൊടുക്കാൻ കഴിവുള്ള ഒരുവനുണ്ടെന്നും അവൻ ദൈവമാണെന്നും അവരെല്ലാം ആ ദൈവത്തെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവൻ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ സമുദ്രത്തിൽ കിടക്കുന്ന ജീവജാലങ്ങൾ വിറയ്ക്കുന്നു. ശതാധിപൻ വിറച്ചു, പാറ ഞെട്ടി വിറച്ചു. കല്ലറയ്ക്ക് സ്വസ്ഥത ഉണ്ടായില്ല, കല്ലറ ഭയന്നു. സൂര്യൻ സഞ്ചാരവും വെളിച്ചവും നിർത്തിവെച്ചു. സിസ്റ്റാവ് മുഖം മറച്ചാൽ കടലിലെ
ജന്തുക്കൾ പോലും ഭ്രമിച്ചു പോകുന്നു. അങ്ങനെയുള്ള മഹാദൈവമായിരുന്നവൻ കന്യകയിൽ കൂടെ ലോകത്തിൽ വന്നത് മനുഷ്യനോടുള്ള അതിരറ്റ സ്നേഹത്തിൻ്റെ പ്രതീകമായി വന്നപ്പോൾ ആ യേശു ഇന്ന് പലർക്കും ഉണ്ണിയേശു ആയിരിക്കുന്നത് കേൾക്കുമ്പോൾ ഇത്രയും അവനെ അവഹേളിക്കാൻ, നിസ്സാരവൽക്കരിക്കാൻ, അവനെ ഈ വിധത്തിൽ താത്തിക്കെട്ടാൻ എങ്ങനെ കഴിയുന്നെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അക്ഷരികമായി മാത്രം പഠിച്ചാലും സാധ്യമല്ല. അത് ആത്മീയമായി പഠിക്കുന്ന ഒരാൾക്ക് അവൻ മരിച്ചതുപോലൊരു കുരിശുണ്ടാക്കിയിട്ട് അത് ചുമന്നതുകൊണ്ട് എന്തു ഗുണം? എന്തു ഗുണം? അതിനെ നമസ്കരിച്ചതുകൊണ്ട് എന്തു ഗുണം? അതിന് വഴിപാട്ടതുകൊണ്ട് എന്തു ഗുണം? പിന്നെയോ ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റവനെ അപ്പാ പിതാവേ എന്ന് വിളിച്ചവൻ്റെ കാൽക്കൽ വീഴുന്നതല്ലേ ഗുണം? അവൻ സർവജ്ഞാനിയല്ലേ? അവൻ സർവവ്യാപിയല്ലേ? അവൻ സർവശക്തനല്ലേ? എബ്രായലേഖനം 9:15 വായിച്ചു നോക്കിയാൽ ഒരു പരമസത്യം അവിടെ എഴുതിയിട്ടുണ്ട്. എബ്രായർ 9:15 അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാണ് അവൻ. ന്യായപ്രമാണത്തിന്റെ മധ്യസ്ഥനല്ല. നമ്മുടെ കർത്താവിന് ഇഷ്ടമായ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം എന്ന ഒരു താൾ, ഒരു പേജ് ന്യൂ ടെസ്റ്റ്മെന്റിലോ സമ്പൂർണ്ണ ബൈബിളിലോ മത്തായി സുവിശേഷം തുടങ്ങുന്നതിന് മുമ്പുള്ള താളിൽ കൊടുത്തിട്ടാണ് തുടങ്ങുന്നത്. നമ്മുടെ കർത്താവിന് ഇഷ്ടമായ യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമം. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ. എന്തിനാണ് മധ്യസ്ഥന്റെ ആവശ്യം? ഒരു പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഒരു സമരി പറയുന്ന, ഒരു ശാന്തത, ഇരുപക്ഷത്തെയും ശാന്തത വരുത്തുന്ന വ്യക്തിയല്ലേ മധ്യസ്ഥൻ. പാപിയായ മനുഷ്യനും പാപം തീണ്ടിട്ടില്ലാത്ത മഹാദൈവവുമായിട്ട് വലിയ അകൽച്ചയെ കിടക്കുമ്പോൾ ഈ മനുഷ്യന്റെ പാപത്തിന് പകരമായി, തെറ്റിന് പകരമായി, അകൃത്യത്തിന് പകരമായി, അശുദ്ധിക്ക് പകരമായി, എല്ലാ തിന്മയ്ക്കും പകരമായി അതിന് പരിഹാരം വരുത്തി ക്രൂശിൽ മരിച്ചിട്ട് 2 കൈകളും കാണിച്ചുകൊണ്ട് തൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ച് അടിച്ച ആ തലയോട്ടി കാണിച്ചുകൊണ്ട് പിതാവിനോട് ഈ മനുഷ്യർക്ക് വേണ്ടി, വിശേഷാൽ തൻ്റെ സഭയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ മധ്യസ്ഥം ചെയ്യുന്ന ആ മധ്യസ്ഥതയല്ലേ പറയുന്നത് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനെന്ന്? ആ മധ്യസ്ഥനിരിക്കെ മറ്റൊരു മധ്യസ്ഥനെ ഞാൻ തേടിയാൽ അതിനർത്ഥം യേശുവിന് മധ്യസ്ഥതയ്ക്ക് പോരാ. അവൻ കഴിവ് കുറഞ്ഞവൻ, അവൻ തിരക്കുള്ളവൻ, അവന് എല്ലായിടത്തും എത്താൻ പറ്റത്തില്ല. അവന് പിന്നെയും 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 ചെറുതാക്കുകയാണ്. അത് പൈശാചികമാണ്, ശാപമാണ്, പാപമാണ്, ന്യായവിധിയുടെ കഠോരമായ കനം വർദ്ധിക്കുകയാണ്. അരുത്, അരുത്, അരുത്. ഇനി അത് അരുത്, അരുത്, അരുത്. യേശുവിനെ നിങ്ങളിങ്ങനെ ചെറുതാക്കരുത്. പാറയ്ക്ക് പിടിച്ച് നിൽക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ മുമ്പിൽ. ശതാധിപൻ വിറച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്നുണ്ട് യേശുവിനെ ആക്ഷേപിക്കുമ്പോൾ, അധിക്ഷേപിക്കുമ്പോൾ, യേശുവിനെ വിളിച്ച വിളി കേൾക്കുന്നവനായി. നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യപിതാവ്. അതാ യേശു.
നമുക്ക് നൽകപ്പെട്ട മകൻ അതാണ്, നമുക്ക് ജനിച്ച ശിശു അതാണ്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിൽ ഈ കാര്യം നിർത്തട്ടെ. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? ശതാധിപൻ വിറയ്ക്കത്തക്കവണ്ണം ഒരു വാക്ക് അവനോട് ആരും ഉച്ചരിച്ചിട്ടല്ല, ഒരു എതിരായ പ്രവൃത്തിയോടെ നടന്നിട്ടല്ല. മറിച്ച് ഈ സംഭവങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോൾ ശതാധിപന് മനസ്സിലായി, ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ. സത്യം, സത്യം. സ്തോത്രം. ഒരിക്കൽ യാക്കോബ് പറഞ്ഞു, യഹോവ സ്ഥലത്തിനുള്ള സത്യം, ഞാനും അതറിഞ്ഞില്ല. അറിയാത്ത യാക്കോബിനെ മനസ്സിലാക്കി കൊടുക്കാനാണ് അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വന്നത്. ഞാൻ ആ ഭാഗം, യാക്കോബിനെ അല്ല എൻ്റെ വിഷയം. പറഞ്ഞു വരുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകട്ടെ. സ്തോത്രം. ഈ 9 കാര്യം മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം മുതൽ 54-ാം വാക്യം വരെയുള്ള വാക്യങ്ങളിൽ കിടക്കുന്ന 9 കാര്യം യേശുവിൻ്റെ മരണത്തിൽ സംഭവിച്ച കാര്യമാണ്. യേശു അതിനുവേണ്ടി മാത്രം വന്നതുമാണ്. അവിടെ ധാരാളം പേരെ ശിക്ഷിക്കപ്പെട്ട സ്ഥലവുമാണ്. അവിടെ ഒന്നും നടക്കാത്തൊരു സംഭവമായിരുന്നത്. അതിനുശേഷം ഇതുപോലെ സംഭവം നടന്നിട്ടുമില്ല, ഇനി നടക്കത്തുമില്ല. മനുഷ്യഗണത്തെ, വർഗത്തെ, സമൂഹത്തെ ഉദ്ധരിക്കുവാൻ ദൈവമിട്ട പ്ലാനിങ്ങിൻ്റെ പൂർത്തീകരണമായിരുന്നത്. ഇത്രയും ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തിട്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് കൈകൂപ്പി യേശുവിനെ സ്വീകരിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നിൻ്റെ മതം എവിടെ എത്തിക്കുമെന്ന് അന്ത്യത്തിൽ കാണാം. സ്തോത്രം. യേശുവിൻ്റെ ഈ പരമസത്യമായ പാവനമായ മാർഗം മതം അല്ല, 1000 പ്രാവശ്യമല്ല. യേശുവിൻ്റേത് മാർഗമാണ് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ തൊട്ടവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. അത് സ്വീകരിച്ചവരും അത് ഏറ്റെടുത്തവരും എല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. നമുക്ക് ചുരുക്കാം, അവസാനിപ്പിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മനസ്സിലാക്കാൻ കൃപ നൽകട്ടെ. ഇതോടെ മനുഷ്യൻ്റെ പ്രശ്നത്തിന് പരിഹാരം അതിനകത്തുണ്ട്. മുമ്പേ ദൈവരാജ്യവും ദൈവനീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവ് പറഞ്ഞാൽ കിട്ടും, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. സ്വർഗീയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ സമയത്ത് ഈ വചനം കേട്ടവരായ സകലവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ കേൾപ്പിക്കുവാൻ അങ്ങ് മുമ്പേ ഇച്ഛിച്ചതുകൊണ്ട്, തീരുമാനിച്ചതുകൊണ്ട് നിസ്സാരനിൽ നിസ്സാരനായ എളിയവനെ പിടിച്ച് ഇങ്ങനൊരു സന്ദേശം കൊടുക്കാൻ ചുമതലപ്പെടുത്തിയല്ലോ, നിയോഗിച്ചല്ലോ. സ്വോത്രം. കർത്താവെ, ജനത ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സത്യത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും പാവനമായ മാർഗത്തിലേക്ക് ഈ ജനത്തെ നടത്തണമേ. ഇത് മുഖാന്തരം ആയിരങ്ങൾക്ക് ഇത് കേൾക്കാൻ ഇടയാകുമാറാകട്ടെ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ.